വളരെ മാന്യമായിട്ട് പൊക്കോണ്ടിരുന്ന ഞാൻ ഇങ്ങനെ കണ്ടാണ് ഒരു ഉളുപ്പും ഇല്ലാതെ തള്ളാൻ പഠിച്ചത്. പറഞ്ഞു വരുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായ ഇഗോസ്റ്റിമാച്ചിനെ കുറിച്ച് തന്നെയാണ്. യാതൊരു ബേസും ഇല്ലാതെ ഇങ്ങനെ ഉളുപ്പില്ലാതെ തള്ളാൻ എങ്ങനെ പറ്റുന്നു? ദുർബലരായിട്ടുള്ള ടീമുകളെ കൊണ്ടുവരെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ തോപ്പിച്ചവനാണ് ഈ പരിശീലകൻ. ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട റാങ്കിങ് തകർച്ചയിലേക്ക് ടീമിനെ തള്ളിവിട്ട പരിശീലകൻ പറയുകയാണ്, കുവൈറ്റിനെതിരെയുള്ള മത്സരം ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രം നിർണ്ണയിക്കാൻ പോകുന്ന ഒന്നായിരിക്കും. ഞങ്ങൾ കുവൈറ്റിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ ഫുട്ബോളിന്റെ പ്രതീക്ഷകളെ നിലനിർത്തിക്കൊണ്ടുപോകും. അടുത്ത റൗണ്ടിലേക്ക് കടക്കും. വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിന്റെ അടുത്ത റൗണ്ടിലേക്ക് കടക്കും. പ്രഗത്ഭരായിട്ടുള്ള മത്സരങ്ങൾക്കെതിരെ പോരടിക്കും. ഒടുവിൽ ലോകകപ്പ് യോഗ്യത നേടും എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ പറയാൻ പറ്റുന്നു? ഇങ്ങനെ നാഷണൽ ടീം ക്യാമ്പെന്നും പറഞ്ഞ് എന്ത് തേങ്ങയാണ് അവിടെ നടത്തുന്നതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. കാരണം ഇതുവരെ ഇത്രയും നാഷണൽ ടീം ക്യാമ്പിൽ നിന്ന് താരങ്ങൾ പരുക്കും മൂലവും പേഴ്സണൽ റീസൺസ് മൂലവും വിട്ടുപോകുന്നത് കണ്ടിട്ടില്ല. അവിടെ പരിശീലനം എന്നും പറഞ്ഞ് എന്ത് തേങ്ങ നടക്കുന്ന നിരത്തിൽ ഇത്രയധികം താരങ്ങൾക്ക് പരുക്ക്. അത് ഫിസിയോ ഇല്ലാത്തതിന്റെ പ്രശ്നമൊക്കെ ആയിരിക്കാം. ഇങ്ങേര് ജാതകം നോക്കി ആളിനെ ടീമിലെടുത്തോണ്ടിരുന്ന പരിശീലകനാണ്. റിപ്പോർട്ട് വന്ന് എല്ലാവർക്കും ഒരേ ഇന്ത്യൻ ഫുട്ബോളിനെ പിടിച്ചുകുലുക്കി ആസ്ട്രോളജി വിവാദമൊക്കെ ഇങ്ങേരുടെ സമയത്ത് തന്നെ ഉണ്ടായതാണ്. നന്നായിട്ട് സംസാരിക്കാൻ അറിയാം എന്നല്ലാതെ ടാക്ടിക്കലി ഇങ്ങേര് എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കളി കാണാൻ നല്ല രസം ഉണ്ടായിരിക്കാം, പക്ഷെ നമുക്ക് റിസൾട്ട് ഇല്ല. ഈ റിസൾട്ട് ഇല്ലാതെ ഈ മനുഷ്യൻ ഇങ്ങനെ തള്ളുന്ന കാണുമ്പം സഹതാപം അല്ലാതൊന്നും പറയുന്നില്ല. പുള്ളി പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കും. ഏഷ്യയിലെ കരുത്തരായിട്ടുള്ള വലിയ 10 ടീമുകൾക്കെതിരെ നമ്മൾ കളിക്കും. ഫൈനലിൽ നമ്മൾ വേൾഡ് കപ്പിന് യോഗ്യത നേടും. കുവൈറ്റിനെതിരെയുള്ള മത്സരം വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോവുകയാണ്. കഴിഞ്ഞ 30 വർഷത്തിനിടയിലെ ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ സംഗതികളിൽ ഒന്നായിരിക്കും അന്ന് നടക്കാൻ പോവുക എന്നൊക്കെ ഒരു എളുപ്പമില്ലാതെ പറയുമ്പം പത്തറ്റിക്. നമ്മളെ പറ്റിക്കുമല്ലേടേ? ഒന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്ത് ഇട്ടേക്ക്.